ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെയുള്ള പ്രധാന ചോദ്യോത്തരങ്ങൾ. മുൻപുള്ള എപ്പിസോഡുകളിൽ ഓരോ അധ്യായങ്ങളിലും വാക്യങ്ങളോടുകൂടി വിവരണങ്ങളോടുകൂടിയും ചോദ്യോത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കേട്ട് നോക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നവർക്കും വചന പഠനത്തിന് താല്പര്യമുള്ളവർക്കും വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി. ഈശോയിൽ നിങ്ങൾക്കായി ഈ വചനഭാഗം സമർപ്പിക്കുന്നു. ദയവായി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. യേശു താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും തനിക്ക് മുൻപേ ആരെയാണ് അയച്ചത്? 72 പേരെ. കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കുവിൻ. അധ്യായവും വാക്യവും പറയുക. വിശുദ്ധ ലൂക്കാ 10:12. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും എന്ത് ആശംസിക്കണം എന്നാണ് യേശു പറഞ്ഞത്? ഈ വീടിന് സമാധാനം. നിനക്ക് ദുരിതം എന്ന് ഏത് നഗരങ്ങളെ നോക്കിയാണ് ഈശോ പറഞ്ഞത്? ഹേസറിൻ, ബെസയിദ. വാക്യം 10:11. ഹേസറിലും ബെസയിദായിലും നടന്ന അത്ഭുതങ്ങൾ എവിടെ നടന്നിരുന്നെങ്കിൽ അവർ പണ്ടേ ചാക്കുടുത്ത് ചാരം പൂശി പശ്ചാത്തപിക്കുമായിരുന്നു എന്നാണ്. ഏതാണ് ആ നഗരങ്ങൾ? ടയറും സിദിയോനും. നീ ആകാശത്തോളം ഉയർന്നിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. ഏത് നഗരത്തെക്കുറിച്ചാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? കഫർനഹൂം. അയക്കപ്പെട്ടവരെ തിരസ്കരിക്കുമ്പോൾ ആര് തിരസ്കരിക്കുന്നുവെന്നാണ് ഈശോ പറഞ്ഞത്? യേശുവിനെയും പിതാവിനെയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:25 പ്രകാരം യേശു തിരിഞ്ഞ് ആരോടാണ് പറഞ്ഞത്? നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. ശിഷ്യന്മാരോട്. നിയമജ്ഞൻ തന്നെ സാധൂകരിക്കാൻ എന്താണ് യേശുവിനോട് ചോദിച്ചത്? ആരാണ് എൻ്റെ അയൽക്കാരൻ? യേശു എന്താണ് മറുപടി പറഞ്ഞത്? നല്ല സമരിയക്കാരൻ്റെ ഉപമ. അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞത് എന്താണ്? മറിയത്തിന് കർത്താവിനോടുള്ള സ്നേഹവും വചനം കേൾക്കാനുള്ള തീഷ്ണതയും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകമേത്? യേശു പഠിപ്പിച്ച പ്രാർത്ഥന. യേശു പഠിപ്പിച്ച സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വേറെ ഏത് സുവിശേഷത്തിലാണ് കാണുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 15 വരെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ പ്രാർത്ഥനയുടെ ശക്തി എന്ന ശീർഷകത്തിലെ ഉപമ ഏത്? ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് അപ്പം ചോദിക്കുന്നു. നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുക? ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ചിലർ യേശുവിനെ പരീക്ഷിക്കാൻ എന്താണ് ആവശ്യപ്പെട്ടത്? സ്വർഗത്തിൽ നിന്നും ഒരു അടയാളം. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അധ്യായവും വാക്യവും പറയുക. വിശുദ്ധ ലൂക്കാ 11:28. യോന ആർക്ക് അടയാളമായിരുന്നു? നിനവേക്കാർക്ക്. ആരാണ് ഈ തലമുറയുടെ അടയാളം? മനുഷ്യപുത്രൻ. 11:20. ആരാണ് ദക്ഷിണദേശത്തെ രാജ്ഞി? ഷേബ രാജ്ഞി. ഏത് ഗ്രന്ഥത്തിലാണ് ഷേബ രാജ്ഞിയെക്കുറിച്ച് പറയുന്നത്? 1 രാജാക്കന്മാർ 10-ാം അധ്യായം 1 മുതൽ 10 വരെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11:35 പ്രകാരം നിന്നിലുള്ള പ്രകാശം ഇരുളാതിരിക്കാൻ എന്ത് ചെയ്യുവിൻ എന്നാണ് പറയുന്നത്? സൂക്ഷിച്ചുകൊള്ളുവിൻ. ഏറ്റവും ചെറിയ വിത്തുള്ള അരോദയുടെയും തുളസിയുടെയും ദശാംശം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിക്കുന്നു. ഈശോ ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഫരിസരോടും നിയമജ്ഞന്മാരോടും. ഫരിസർ എന്തുപോലെ എന്നാണ് കർത്താവ് പറഞ്ഞത്? കാണപ്പെടാത്ത കുഴിമാടങ്ങൾ പോലെ. 11:44. ആരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് കർത്താവ് നിയമജ്ഞന്മാരോട് പറഞ്ഞത്?
ആബേലിൻ്റെ മുതൽ ബലിപീഠത്തിൻ്റെ മധ്യേ കൊല്ലപ്പെട്ട സക്രിയായുടെ വരെയുള്ള രക്തത്തിന്. നിങ്ങൾ എന്ത് അന്വേഷിക്കുവിനെന്നാണ് ഈശോ പറഞ്ഞത്? നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം എവിടെ കരുതി വയ്ക്കുവിൻ എന്നാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:33 പറയുന്നത്. സ്വർഗത്തിൽ. വിശുദ്ധ ലൂക്കാ 12:34 പ്രകാരം നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിൻ്റെ ഡാഷ് എന്നാണ് പറയുന്നത്, ഹൃദയം. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്ന ഭൃത്യന്മാർ എങ്ങനെയുള്ളവർ? ഭാഗ്യവാന്മാർ. നിങ്ങളും ഒരുക്കമുള്ളവരായിരിക്കുവിൻ. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലാണ് ആര് വരുന്നത്? മനുഷ്യപുത്രൻ. 12:40. അധികം ലഭിച്ചവനിൽ നിന്നും എന്ത് ആവശ്യപ്പെടും? അധികം. തെക്കൻ കാറ്റ് അടിച്ചാൽ എന്ത് സംഭവിക്കും? അത്യുഷ്ണമുണ്ടാകും. നിന്റെ ശത്രുവിനോട് കൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി എന്ത് ചെയ്തു കൊള്ളണമെന്നാണ് ഈശോ പറഞ്ഞത്? രമ്യതപ്പെട്ടുകൊള്ളുക. 13-ാം അധ്യായത്തിലെ ആദ്യ ശീർഷകമേത്? പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം. ഗലീലയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തി. ഇതിൻ്റെ അർത്ഥമെന്ത്? ബലിയർപ്പിക്കാൻ ചെന്ന ഗലീലയക്കാരെ പീലാത്തോസ് കൊന്നു. എവിടെയാണ് ഗോപുരം ഇടിഞ്ഞു വീണു 18 പേർ കൊല്ലപ്പെട്ടത്? സിലഹൂഗിലെ ഗോപുരം. ഇല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അതുപോലെ സംഭവിക്കും. അതിന് ഈശോ പറഞ്ഞ ഉപമ ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമ. ജോലി ചെയ്യുന്നതിൽ 6 ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക എന്ന് സീനഗോഗ് അധികാരികൾ ജനക്കൂട്ടത്തോട് പറഞ്ഞപ്പോൾ യേശു എന്താണ് അവരെ വിളിച്ചത്? കാപട്യ നാട്യക്കാരെ. എത്ര വർഷമായി കൂനുള്ള സ്ത്രീയെയാണ് ഈശോ സുഖപ്പെടുത്തിയത്? 18 വർഷം. കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ വേറെ ഏതെല്ലാം സുവിശേഷത്തിലുണ്ട്? അധ്യായവും വാക്യവും പറയുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:31 മുതൽ 33 വരെയും വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 30-32. അനീതി പ്രവർത്തിക്കുന്നവരുടെ സ്ഥിതി എന്താകുമെന്നാണ് ഈശോ പറഞ്ഞത്? ദൈവരാജ്യത്തു നിന്നും പുറന്തള്ളപ്പെടും. എങ്ങനെയാണ് യേശു ജെറുസലേമിനെ സംബോധന ചെയ്തത്? ജെറുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുന്നവളെ, നിങ്ങൾ എന്ത് പറയുന്നത് വരെ എന്നെ കാണുകയില്ലെന്നാണ് യേശു പറഞ്ഞത്. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് പറയുന്നത് വരെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ യേശു എന്താണ് ജനത്തോട് ആവശ്യപ്പെടുന്നത്? മാനസാന്തരം. ജെറുസലേമിലേക്കുള്ള യേശുവിൻ്റെ മടങ്ങിവരവിനെ സുവിശേഷകൻ എന്തെന്നാണ് പറയുന്നത്? ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 14:12 പ്രകാരം യേശു ഫരിസ്യ പ്രമാണിയുടെ വീട്ടിലിരിക്കുമ്പോൾ അവിടെ ഏത് രോഗിയാണുണ്ടായിരുന്നത്? മഹോദര രോഗി. ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനം തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ യേശു അവരോട് എന്താണ് പറഞ്ഞത്? ഒരു ഉപമ. 14:7. പകരം നൽകാൻ ഒന്നുമില്ലാത്തവരെ നീ സദ്യയ്ക്ക് ക്ഷണിക്കുമ്പോൾ നിൻ്റെ പ്രതിഫലം എവിടെയായിരിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞത്? നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. വാക്യം 14:14. ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ച് എന്താണ് ഈശോ പറഞ്ഞത്? തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളെല്ലാവർക്കും എൻ്റെ ശിഷ്യനാകുക സാധ്യമല്ല. 14:33. ഫരിസ്യരും നിയമജ്ഞരും യേശുവിനെതിരെ പെറുപിറുത്തപ്പോൾ യേശു ഏത് ഉപമയാണ് പറഞ്ഞെന്ന് വിശുദ്ധ ലൂക്കാ 15:1 പറയുന്നത്? കാണാതായ ആടിൻ്റെ ഉപമ. വിശുദ്ധ ലൂക്കാ 15-ാം അധ്യായത്തിലെ 3-ാമത്തെ ഉപമ ഏത്? ധൂർത്തപുത്രൻ്റെ ഉപമ. വിശപ്പ് മാറ്റാൻ തവിട് പോലും കിട്ടാതിരുന്നപ്പോൾ ധൂർത്തപുത്രന് എന്താണ് ഉണ്ടായത്? സുബോധം. 15:16. 15-ാം അധ്യായത്തിലെ ഉപമയുടെ സാരാംശം എന്താണ്? മാനസാന്തരപ്പെടുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിലെ സന്തോഷം. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെ ആരുടെ കാര്യമാണ് പറയുന്നത്? സത്യസന്ധതയില്ലാത്ത കാര്യസ്ഥൻ്റെ കാര്യം. മനുഷ്യൻ ഉത്കൃഷ്ടമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്തായിരിക്കും? നികൃഷ്ടമായിരിക്കും. നിയമവും പ്രവാചകന്മാരും ആരുടെ കാലം വരെ ആയിരുന്നുവെന്നാണ് യേശു പറഞ്ഞത്? യോഹന്നാൻ വരെ ആയിരുന്നു. 16:16.
യോഹന്നാന് ശേഷം എന്താണ് എന്നാണ് കർത്താവ് പറഞ്ഞത്? ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ശിഷ്യന്മാർ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നാണ് യേശു പഠിപ്പിക്കുന്നത്? വിശ്വാസത്തിലും അനുസരണയിലും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ധനവാനും ലാസറും. യേശുവിനെക്കുറിച്ച് എവിടെയെല്ലാമാണ് പറയപ്പെടുന്നത്? ന്യായപ്രമാണത്തിലും പ്രവാചകന്മാരിലും. പീഡനങ്ങളുടെ സ്ഥലത്ത് വരാതിരിക്കാൻ ആരുടെ വാക്കുകൾ കേൾക്കട്ടെ എന്നാണ് വിശുദ്ധ ലൂക്ക 16:29 പറയുന്നത്? മോശയുടെയും പ്രവാചകന്മാരുടെയും. മരിച്ചവരിൽ ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാകുകയില്ല എന്ന് വിശുദ്ധ ലൂക്ക 16:31 പറയുന്നത് ആരെക്കുറിച്ചാണ്? യേശുവിനെക്കുറിച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്.